ചിലർക്ക് അകാരണമായിട്ടുള്ള ഒരു ഭയം, എന്തിനു പറ്റിയായിട്ടുള്ള ഭയമായാലും ശരി, ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണത്. ഭയം, എപ്പോഴും ഭയം. ഈ ഭയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതിനെ ഒരു പ്രക്രിയയുണ്ട്, 6R എന്ന് പറയുന്ന ഒരു പ്രക്രിയ. ബന്ദേ വിമലാരംസി പഠിപ്പിച്ചു തന്ന ഒരു ടെക്നിക്കാണ് 6R. അതായത് നമ്മൾ ഈ 6R എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഭയം വന്നു കഴിഞ്ഞാൽ ആദ്യം റെക്കഗ്നൈസ്, തിരിച്ചറിയുക ഭയമുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് റിലീസ്, ഉടൻ തന്നെ ആ ഭയത്തിൻ്റെ ചിന്തകളെ നമ്മൾ ഉപേക്ഷിക്കുക. റിലാക്സ്, അതായത് നമ്മുടെ ആ സമയത്ത് നമ്മുടെ തലയിലും ശരീരത്തിലുള്ള ടെൻഷൻ ഉണ്ടാവും, അതിനെ നമ്മൾ സ്വാഭാവികമായിട്ട് റിലാക്സ് ചെയ്യുക. റീസ്മൈൽ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പുഞ്ചിരിക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ റിട്ടേൺ ടു നമ്മുടെ ധ്യാന വസ്തുവിലേക്ക് തിരിച്ചു വരിക. റിപ്പീറ്റ്, ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പുഞ്ചിരിയാണ്. അതായത് ഇതെല്ലാം നമ്മൾ ചെയ്യണം, പക്ഷേ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പുഞ്ചിരിയും റിലാക്സേഷനും. നമ്മൾ ഭയത്തിൻ്റെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഭയത്തിൻ്റെ ചിന്തകളെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണയായിട്ട് എന്താണ് ചെയ്യുന്നത്? ഭയം വന്നു കഴിഞ്ഞാൽ അതിനെ തന്നെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. എത്രത്തോളം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നോ, നിങ്ങൾ അതിനെ ഫീഡ് ചെയ്യുകയാണ്, അതിനെ ഊട്ടുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ ഭയത്തിൻ്റെ വികാരത്തെ കൂടുതൽ നിങ്ങളതിനെ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ അതിനെ ഊട്ടുന്നുവോ അത്രത്തോളം അത് തീവ്രമാകും. അതായത് ഭയം കൂടി വരും. അതാണ് ഇതിൻ്റെ ഒരു സംഗതി. അതായത് ഉദാഹരണമായിട്ട് നിങ്ങളുടെ വീട്ടിൽ അതിഥികൾ ആരെങ്കിലും വരികയാണെന്ന് വിചാരിക്കാം. വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവർ ചായ കൊടുക്കുന്നു, സത്കാരം കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു. എങ്കിൽ ആ അതിഥി എന്ത് ചെയ്യും? കൂടുതൽ സമയം നിങ്ങളുടെ വീട്ടിനുള്ളിൽ നിൽക്കും. ഇനി ഒരു അതിഥി വരികയാണ്, നിങ്ങൾ അയാളെ ഗൗനിക്കുന്നില്ല, അയാൾക്ക് ചായ കൊടുക്കുന്നില്ല, അയാളുടെ ഉപേക്ഷ കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ അതിഥി ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ നിൽക്കില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു സംഗതി. ഭയം എന്ന് പറഞ്ഞത് നിങ്ങൾ വിളിച്ചിട്ടല്ല വന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ റിലീസ് ചെയ്യണം, ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കുക. എന്നിട്ട് ഹോൾസം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ഹോൾസം എന്ന് പറയുന്ന സമയത്ത് അവിടെ സ്മൈൽ, പുഞ്ചിരിക്കുക. വീണ്ടും ഭയം വരും, വീണ്ടും അതിനെ ഉപേക്ഷിക്കുക, പുഞ്ചിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. ഭയമല്ല, ഏതൊരു മനോവികാരത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. ഇത് ബന്ദേ വിമലാരംസി പഠിപ്പിക്കുന്നൊരു മെഡിറ്റേഷനാണ്, ട്വിം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട്, ട്രയാങ്കിൾ വിസ്ഡം ഇൻസൈറ്റ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. കൂടുതൽ വിവരങ്ങൾ, ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം.